Okay. Good afternoon to all. Good afternoon, ma'am. Afternoon, ma'am. afternoon. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. No, unmuted ആണല്ലോ. അത് മ്യൂട്ട് ചെയ്തില്ല. Class Do, മ്യൂട്ട് ma'am. ചെയ്തില്ല. Ma'am. Hello. എന്താണ് കേൾക്കുന്നുണ്ടോ? ഉദ്ദേശിക്കുന്നത്? ഉണ്ട്. കേട്ടില്ല. ഹലോ. പൊതുവെ ക്ലാസ് മ്യൂട്ട് ചെയ്താണ് എടുക്കാറ്. അതുകൊണ്ട് ചോദിച്ചാണ്. മ്യൂട്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ചാണ്. മ്യൂട്ട് കൊടുത്തില്ലേന്ന് ചോദിച്ചു. Okay, okay. Okay. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? How are you all? Have you had your lunch? സുഖം. Yes. സുഖാണ് മാമിനോ? How are you? Yeah, I'm always good. ഫുഡ് കഴിച്ചോ? കഴിച്ചോ? ഇല്ല. ഇവിടെ കാപ്പി നോമ്പല്ലേ? അല്ലേ? അതെ, നോമ്പാണ്. നോമ്പാണ്. ഞങ്ങള് കഴിച്ചു. Okay. തെൻസി ആണോ? തെൻസി പ്രൊഫൈൽ പിക്ക് മാറ്റിയതാണോ? ഞാൻ ഉദ്ദേശിച്ച തെൻസിയിലാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതെ മാം, അവിടെ അതെ തസ്നി അവിടെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. കൺഫ്യൂഷൻ ആവും. പക്ഷെ മാറ്റി കേട്ടോ. ഞങ്ങളൊക്കെ ആ പ്രൊഫൈൽ പിക്ക് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. മാറ്റിയാൽ ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ് ആവും. അത്രേ ഉള്ളൂ. അത് ആരായിരുന്നു പ്രൊഫൈൽ പിക്ക്? ആരായിരുന്നു? ഐ തിങ്ക് അനന്യ ആണോ? ആണോ? അതെ. അതെ, കണ്ടോ? എനിക്ക് അത് ഓർമ്മയുണ്ട്. പേര് ഓർത്തില്ലെങ്കിൽ ഞാൻ പ്രൊഫൈൽ പിക്ക് പോകും. അങ്ങനെയാണ് ടീച്ചേഴ്സ് ഒക്കെ എല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് പ്രൊഫൈൽ പിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. കാരണം പ്രൊഫൈൽ പിക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ, അതൊക്കെ ആ സ്റ്റുഡൻസ് തന്നെയാണോ എന്നൊക്കെ നിങ്ങൾ നോക്കുന്നത്. അതൊരു ആക്ട്രസ് അല്ലേ പ്രൊഫൈലിലുള്ളത്? എന്തോ ആക്ട്രസ് അല്ലേ പ്രൊഫൈലിലുള്ളത്? ആക്ട്രസോ? തൻസിന്റെ പ്രൊഫൈലിലുള്ളത്? ഇപ്പൊ മാറ്റി. ഇപ്പൊ പേരാണ് തെൻസി. നെയിമാണ്. അന്ന് ആക്ട്രസ് ആയിരുന്നു. ആക്ട്രസ് അനന്യ ആയിരുന്നു. ഞാൻ വിചാരിച്ചു നല്ല പരിചയം ഉണ്ടല്ലോ കണ്ടിട്ട്. ആരൊക്കെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു പ്രൊഫൈൽ പിക്ചർ കണ്ടത് തൻസിയാന്ന് ഓർത്ത്. ഞാൻ വിചാരിച്ചു നല്ല പരിചയം ഉണ്ടല്ലോ കണ്ടിട്ട്. എവിടെയോ കണ്ടു മറന്ന പോലെ മുഖം. ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചേ തെൻസി തന്നെയാണ്. പിന്നെ എന്നോട് സൂം ചെയ്തൊക്കെ നോക്കിയപ്പോഴാണ് അത് അനന്യയാണ്. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. ഏകദേശം ആ ഒരു ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതി. ഇപ്പോഴാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ തന്നെ ഇപ്പൊ ലോറി കയറി അനന്യായി പോയിന്ന്. പണ്ട് നല്ല ഗ്ലാമർ ആയിരുന്നു, ഇപ്പൊ ലോറി കയറി അനന്യ പോലെ ആയി പോയെന്നാണ് അവള് പറയുന്നത്. അവൾക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാണ്ട് വോയിസ് സ്റ്റക്ക് ആവും. ഞാൻ കേട്ടില്ലല്ലോ. ഭാഗ്യം. കൊള്ളാട്ടോ. എന്തായാലും അവനവനെ തന്നെ ട്രോൾ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ് അല്ലെ? ചിൽഡ് ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്റെ പോർഷൻ ആണെങ്കിൽ പെട്ടെന്ന് തീരും. സ്പീഡിൽ പോകുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? സ്പീഡ് കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ പോർഷൻ വേഗം തീരുന്നുണ്ട്. അതെന്തുകൊണ്ടാണാവോ? അത് സിമ്പിൾ പോർഷൻ അല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി. അതെ, സിമ്പിൾ ആയതുകൊണ്ട്. ഓക്കെ. അപ്പൊ ഇനിയുള്ളതും സിമ്പിൾ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് പെട്ടെന്ന് തീർക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വർത്തമാനം പറയാം. വേണ്ട, പയ്യെ തീർത്തത്. ധൃതിയൊന്നുമില്ല മിസ്. ഓക്കെ. എനിക്ക് ധൃതിയൊന്നുമില്ല. സ്ലോവില് പറഞ്ഞു പോകും. കുറച്ച് കഥയൊക്കെ പറഞ്ഞ് സ്ലോ ആയിട്ട് പോയാൽ മതി. സ്ലോ ആയിട്ട് പോയിട്ട് നിർത്തിയാൽ മതി. ലാസ്റ്റ് പോർഷന് കഴിയാറാകുമ്പോൾ കുറച്ചും കൂടെ ഓടി പോകണ്ടേ. അതെന്നാ തീർക്കാൻ പെട്ടെന്ന്. പിന്നെ ഞാൻ കോട്ട് ഇടാഞ്ഞത് വേറൊന്നുകൊണ്ടല്ല, നല്ല ചൂടുണ്ട്. ഞാൻ കോട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാല് ബാക്കി ടയേർഡാവും. അതുകൊണ്ടാണ് കോട്ടാഞ്ഞത്. ചോദിക്കാൻ വരുമായിരുന്നു മാം എന്തൊന്ന് കോട്ടിടാത്തേന്ന്. അത് ഞാൻ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി പൊതുവെ ടീച്ചേഴ്സിനെ ചിലപ്പോൾ കോട്ടില്ലാതെ കാണേണ്ടി വരും. കാരണം അത്രയും ചൂടുണ്ട്. കോട്ടില്ലെങ്കിൽ എന്താ ക്ലാസ് എടുക്കാറാവും അല്ലേ? ഭയങ്കര ചൂടാന്നേ. ഞാൻ കോട്ടും കൂടെ ആയി കഴിയുമ്പോഴേ എനിക്ക് അൺസഹിക്കബിൾ ആവും. സഫോക്കേഷൻ ഫീൽ ചെയ്യും.
ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ? സെറ്റാണ്, ഹാപ്പിയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ മൊഡ്യൂൾ 3 ചാപ്റ്റർ 30 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ പഠിക്കുന്ന കോഴ്സും കൂടിയാണ് അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഞാൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, എല്ലാം നിങ്ങൾ അറിയിക്കണമല്ലോ. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് ബാക്കി ഉത്തരം പറയാം. ജോലി കിട്ടാൻ നോക്കും ആണോ? പറയൂ, വേണ്ടത്തില്ലല്ലോ. വേണ്ടില്ല, പിന്നെ ക്ലാസ് എടുക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് എന്തിനാ? എന്ത് ജോലിക്ക് വേണ്ടിയിട്ടാ? നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ റോൾ എന്തൊക്കെയാണ്? ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്തൊക്കെയാണ്? അതെല്ലാം നിങ്ങൾക്ക് അറിയോ? ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്യും കേട്ടോ. ഓക്കെ, നിങ്ങളൊരു കോഴ്സ് എടുത്തിട്ടുണ്ട്, ഒരു അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ഫീൽഡിലാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടാണ് ചിലപ്പോ പറയാൻ പറ്റില്ല. സോ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യും. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇതുവരെ ചെയ്യാത്ത ആൾക്കാര് ഇനി ചെയ്യാം. ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് എന്ന് അറിയട്ടെ. ഓക്കെ, ഇനി പോർഷനിലേക്ക് പോവാണ് കേട്ടോ. Administered originated, the word administered originated from the Latin എന്താണ് ടെക്സ്റ്റിൽ എന്താണ് എഴുതുന്നത്? വേർഡ് ആണോ? വേർഡ് എന്താണ് ടെക്സ്റ്റില് ആണോ? ലാറ്റിൻ വേർഡ് എന്നാണ്. Latin word. Okay. It's not a Latin word. Latin word. Okay. Administered, the word administered originated from the Latin verb ആണ് ട്ടോ. Verb, not word, it's a verb. കറക്റ്റ് ചെയ്യാം കേട്ടോ. It's a verb ആണ്, verb, not word. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. Verb ആണ്. Verb, admin, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതിന്റെ പേര് ഏതാ? അഡ്മിനിസ്ട്രേ എന്നാണ്. അഡ്മിനിസ്ട്രേ, അവിടെ ഐ ഇല്ല കേട്ടോ. അഡ്മിനിസ്ട്ര RA I ഇല്ല. ഓക്കെ, RARE എന്നാണ് കേട്ടോ, ഐ ഇല്ല കേട്ടോ. അഡ്മിനിസ്ട്രേറ്റ്. ഓക്കെ, ശരിക്കും ആ വേർഡ് വരുന്നത് ഇങ്ങനെയാണ്. ആ ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. ആ വേർഡ് ശരിക്കും ഇങ്ങനെയാ വരുന്നത് കേട്ടോ. The word administered originated from the Latin verb administrate. ഇങ്ങനെയാണ് ശരിക്കും ആ വേർഡ് വരുന്നത് കേട്ടോ. ഒരു ആഡ് ഐഫോൺ then administrate. സോറി, മിനിസ്ട്രേറ്റ്. യോ മിസ്റ്റേക്ക് ആണ്. ആഡ് കഴിഞ്ഞ് മിനിസ്ട്രി ആണേ. ഞാൻ പിന്നെ നമ്മുടെ ഇങ്ങനെയല്ല, ഇങ്ങനെയാ വരാം. മിനിസ്ട്രേറ്റ് ആഡ് ഐഫോൺ മിനിസ്ട്രേറ്റ് ഇങ്ങനെയാണ്. ഫസ്റ്റ് അല്ല, ഫസ്റ്റ് ഇതിന് മിസ്റ്റേക്ക് ആണേ. നമ്മളത് ടൈപ്പ് ചെയ്തു. അങ്ങനെയല്ല, ആഡ് വേറെ മിനിസ്ട്രി വേറെ, അങ്ങനെയാണ് പൊതുവെ ആ വേർഡ് പറയുന്നത് കേട്ടോ. ലാറ്റിൻ വേർബിന്റെ ആ വേർഡ് ഇങ്ങനെയാണേ. മനസ്സിലായോ? അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് ലാറ്റിൻ വെർബായ ആഡ് മിനിസ്ട്രേറ്റ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്, അല്ലെങ്കിൽ വെർബിൽ നിന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതില് ഇപ്പോ ആഡ് സെപ്പറേറ്റ് ആണല്ലോ അല്ലെ. ആഡിന് മീനിങ് വരാം ടു എന്നാണ്. ആഡ് മീ ടു. ഞാനത് എലാബറേറ്റ് ചെയ്ത് ആ വേർഷൻ എലാബറേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ആഡ് മീൻസ് ടു എന്നാണ് വരാം. ആൻഡ് മിനിസ്ട്രി എന്ന് പറയുമ്പോ സെർവ് അല്ലെങ്കിൽ കെയർ എന്നൊക്കെ പറയാം കേട്ടോ. കെയർ, സെർവ് എന്നൊക്കെ മീനിങ് വരും. കെയർ എന്ന് പറഞ്ഞാലും മതി.
അല്ലെങ്കിൽ serve പറയാം, direct പറയാം, എന്തും പറയാം. So മതി. Ministry means care, serve എന്നൊക്കെയാണ്. അപ്പൊ to care, അപ്പൊ administrate അത് ഫുൾ ആയിട്ട് ജോയിൻ ചെയ്ത് പറയുകയാണെങ്കിലോ to care or to serve എന്നൊരു മീനിങ് വരും. ക്ലിയർ ആയോ? ആ വേർഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർബായ അഡ്മിനിസ്ട്രിയൽ എന്ന് പറയുന്ന വേർബിൽ നിന്നാണ്. അതിൽ ആഡ് എന്ന് പറയുന്ന മീനിങ് ടു, മിനിസ്ട്രി എന്ന് പറയുമ്പോൾ കെയർ സെർവ് എന്നാണ്. അപ്പോ അത് ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ മീനിങ് എന്ത് വരും? ടു കെയർ ടു സെർവ് എന്ന് വരും. ക്ലിയർ? Yes. Okay. അല്ലെങ്കിൽ to manage or to care or to serve ഇതെല്ലാം ചെയ്യുന്ന ആരെയാണ്? People, അല്ലേ? അപ്പൊ വായിക്കാട്ടോ, ശ്രദ്ധിച്ചിരിക്കൂ. The administer originated the board administer. ശരിക്കും the board administer എന്ന് തന്നെ വരണം. കുഴപ്പമില്ല, അതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. The board administer originated from the Latin verb administrate, to care for or to look after people, to manage affairs. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവിൽ എന്താണ് ഉദ്ദേശിക്കുന്നവര്? പറയൂ. ആളുകളെ കെയർ ചെയ്യുക അല്ലെങ്കിൽ പരിപാലിക്കുക. ഓക്കെ, അതാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ടു കെയർ പീപ്പിൾ ആൻഡ് ലുക്ക് ആഫ്റ്റർ ദി പീപ്പിൾ, ടു മാനേജ് ദിയർ അഫയേഴ്സ്. അപ്പൊ അവരെ കെയർ ചെയ്യുക, പരിപാലിക്കുക, അല്ലെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യുക, മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് സെർവ് ചെയ്യുക. These are the meaning of the word administer. Okay, clear? Clear ആയല്ലോ? Yeah, okay. Then ഒരു രണ്ട് ഡെഫിനിഷൻ ആണ് പിന്നെ വരുന്നത് കേട്ടോ. Okay. The first one is Herbert Simon. Herbert Simon ഡിഫൈൻ ചെയ്ത ഒരു സെന്റൻസ് ആണ്, അല്ലെങ്കിൽ കോട്ട് ആണെന്ന് പറയും കേട്ടോ. Administration is the activities of groups cooperating to fulfill common goals. Administration എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ആണ്, അത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ പറയുന്ന സോറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അല്ലെ അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് എന്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ എന്റെ കാര്യം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്തൊക്കെയാ ചെയ്യണ്ടേ പറയുന്ന ഇവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക, മാനേജ് ചെയ്യുക, കെയർ ചെയ്യുക, അവരുടെ കോമൺ ഗോൾസ് അവർ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക, ഇതൊക്കെയാണ് അല്ലെ. സോ ആ രീതിയിലാണ് കേട്ടോ ഡെഫിനിഷൻ വരുന്നത്. ഡെഫിനിഷൻ ഒരിക്കലും കാണാതെ ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ഡെഫിനിഷൻ ചോദിച്ചിട്ട് ഇത് ആരുടെ ഡെഫിനിഷൻ ആണ് എന്നായിരിക്കും. സോ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. Clear? Administration is the activity of groups cooperating to fulfill common goals. The അവരുടെ ഡെഫിനിഷൻ ആണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തേ Herbert Simon. Okay. Then the next definition is given by Luther Gulick. Okay, Luther Gulick. Administration has to do getting things done with the fulfillment of objectives already defined. ശരിക്കും ഈ ഡെഫിനിഷന്റെ മീനിങ്സ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരിക്കലും നമ്മുടെ ഡെഫിനിഷന്റെ മീനിങ് എന്താ പറയുന്നത് എന്റെ ആവശ്യമുണ്ടോ ശരിക്കും? ഐ തിങ്ക് തിങ്ക് സോ. ഓക്കെ, സോ ഈ ഡെഫിനിഷൻ എപ്പോഴും മനസ്സിലാക്കി വെക്കാം. ആരുടെ ഡെഫിനേഷൻ ആണെന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ആരാണ് ഡിഫൈൻ ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ചെറിയൊരു പാരഗ്രാഫ് ആണെങ്കിൽ പോലും നമുക്ക് ഇതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ ആയോ? 2 ഡെഫിനിഷൻ ചോദിച്ചത് ആരുടെ ഡെഫിനിഷൻ, ഈ 2 ഡെഫിനിഷനും ആരും ഡിഫൈൻ ചെയ്താണെന്ന് ചോദിക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റഡ് ഫ്രം വിച്ച് ലാംഗ്വേജ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് വേർഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വേർബ് എന്ന് ചോദിക്കാം. അപ്പൊ അത്രയും നമ്മളിപ്പോ നോക്കിയ പാരഗ്രാഫ് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. ക്ലിയർ ആയോ?
Yeah. അതൊന്ന് വായിക്കണോ ഞാനത്? ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പാരയിലേക്ക് പോവാലോ. സ്റ്റക്ക് ആയോ? വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഞാൻ ഒന്നുകൂടെ ആ പാരഗ്രാഫ് വായിക്കാറ്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കൂ. Administer, the word administer originated from the Latin word administrate, to care for or look after people, to manage affairs. And the two definitions are, the first one is administration is the activities of group cooperating to fulfill common goals, as defined by Herbert and Simon. And the next one is, administration has to do getting things done with the fulfillment of objectives already defined. And it's from Ludwig Gulick. Okay, here. So let's moving on the next paragraph. Hospital administration is the governance of the hospital as a business. Administration is made up of many healthcare managers and executives who handle individual departments. They are in charge of all the administrative and management functions of their respective departments. Okay, അപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഗവേണൻസിന്റെ മീനിങ് എന്താ? വാട്ട്സ് ദി മീനിങ് ഓഫ് ഗവേണൻസ്? ഭരണം എന്നാണ് കേട്ടോ, ഭരണം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. ഓക്കെ, അതാണ് ആ വേർഡിന്റെ പക്ക മലയാളം എന്ന് പറയുന്നതാണ് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആസ് എ ബിസിനസ് എന്ന നിലയിൽ, അല്ലെ, ആസ് എ ബിസിനസ് the governance of the hospital. ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. അതായത് ഒരു ബിസിനസ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഒരു ഭരണമാണ് എന്നാണ് പറയുന്നത്. Okay, and administration is made up of many healthcare managers and executives who handle individual departments. അതായത് ഇപ്പോ ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഇസ് എ കൈൻഡ് ഓഫ് എ ഭരണം. ഇതും ഒരു ഭരണം തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഒരു ഓൾറൗണ്ടർ ആയിരിക്കും, ഓൾ ഇൻ ഓൾ ആയിരിക്കും. ഓവറോൾ ഒരു ഹോസ്പിറ്റൽ ഓവറോൾ കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരാളായിരിക്കും അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു ഫോം, അത് ഏത് കൈൻഡ് ഓഫ് ഫോം ആകാം. ഇപ്പോ എഡ്യൂക്കേഷൻ ഫോം ആകാം, ഹോസ്പിറ്റൽ ഫോം ആകാം, എന്ത് ഏത് ഫോം ആണെങ്കിലും നമുക്ക് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ഈ അഡ്മിനിസ്ട്രേറ്റർ ജോലി എന്താണ്? ഓവറോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അതുകൊണ്ട് എന്ത് പറ്റിയ കണ്ണിൽ എന്തോ പോയി, അത് പെട്ടെന്നാണ് നോക്കിയതാ. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്? അപ്പൊ ഒരു ഫേമില് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓവറോൾ ആ ഒരു ഫേമിലെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യേണ്ടതും അത് മാനേജ് ചെയ്യേണ്ടതും ഹാൻഡിൽ ചെയ്യേണ്ടതും പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതിപ്പോ മാനേജ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ താഴെയുള്ള സ്റ്റാഫ് ആയിക്കോട്ടെ എല്ലാവരെയും നമ്മൾ പറയുന്ന കോർഡിനേറ്റ് ചെയ്യേണ്ടതും എല്ലാ കാര്യവും കോപ്പറേറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് എല്ലാവരും പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഈ പറയുന്ന നമ്മുടെ ശ്രദ്ധ എപ്പോഴും ആവശ്യമാണ്. ഓക്കെ, അപ്പോ അഡ്മിനിസ്ട്രേഷൻ മേഡ് അപ്പ് ഓഫ് മെനി healthcare managers and executives who handle individual departments. അതായത് ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സ് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും തന്നെ ഇപ്പോ healthcare managers ആകാം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ആകാം. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റിലുള്ളത് ഏത് ഫേമിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെ? വ്യക്തിഗത ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ മലയാളം പറയില്ലട്ടോ ഞാൻ. ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സോ ഈ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും, അല്ലാതെ അവിടെ കുറെ ഡ്യൂട്ടീസ് ഉണ്ടാവുമല്ലോ. സോ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന മെനി ഓഫ് ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ആണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ആ സെന്റൻസ് അത്രയും നമ്മള് പോസ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ ആണോ? സെന്റൻസ് വൈസ് ഓക്കെ ആണോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ചുരുക്കി പറയാൻ. ഓക്കെ,
Then they are in charge of all the administrative and management functions of their respective departments. അപ്പോ ഈ പറയുന്ന റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് അവരവരുടെ ഡിപ്പാർട്ട്മെന്റ്സുകളിൽ എല്ലാ ഭരണവും എന്താണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ ഭരണവും ഇപ്പൊ ഈ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ആയ ആൾക്കാരാണ്. മനസ്സിലായോ? They are in charge of all administrative and management functions of their respective departments. അതായത് ഇപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഉത്തരവാദിത്തമുള്ള ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ എഡ്യൂക്കേഷൻ ഫേമിനെ പറ്റി പറയുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ ഫേമിൽ ഐ തിങ്ക് ഇവിടുത്തെ ഫേമിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. I think teaching department and technical department and telecom department and different kinds of departments ഉണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും ഇവർക്ക് ഓരോ ഹെഡ് ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചുമതല ആരെങ്കിലും ഉണ്ടാവും. സോ ഇപ്പൊ ടീച്ചർ ഡിപ്പാർട്ട്മെന്റിലാണ് ടീച്ചിങ് ഹെഡ് ഉണ്ടാവും. സോ ഈ ടീച്ചിങ് ഹെഡ് ആയിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ ടെക്നിക്കൽ ആണെങ്കിൽ ടെക്നിക്കൽ ഒരു ലീഡർ ഉണ്ടാകും, അല്ലെങ്കിൽ ഹെഡ് ഉണ്ടാകും. സോ അവരായിരിക്കും അവരുടെ സ്റ്റാഫ് എല്ലാവരും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ ഈ പറയുന്ന ഓവറോൾ ഡിപ്പാർട്ട്മെന്റ്സിലെ ഹെഡിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ശരിക്കും ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ആ ഫേമിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെ ചുരുക്കി പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. ടെക്സ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ കുറച്ചൊരു കൺഫ്യൂസിങ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഒന്ന് വായിക്കാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണം നോക്കുന്നത് ആരാണ്? പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അതിനാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഭരണമാണ് ഇത് അഡ്മിനിസ്ട്രേഷൻ. അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര മീനിങ് വരുന്ന ഭരണം എന്ന് തന്നെയൊക്കെയാണ് കേട്ടോ. ഓവറോൾ പറയുന്ന ഒരു ഫോം ഭരിക്കുന്ന ഒരാള്, ഭരിക്കുന്ന മീൻസ് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേഷൻ ഒരു ഫോമിൽ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഔദാര്യത്തിലാകും. ഓക്കെ, അപ്പോ അഡ്മിനിസ്ട്രേറ്റർ പണ്ട് കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ എടുക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും മെയിൻ. ഡോക്ടേഴ്സ് പറയുന്നതായിരിക്കും എല്ലാവർക്കും ഇമ്പോർട്ടന്റ്. മീൻസ് ഡോക്ടേഴ്സ് എല്ലായിടത്തും പോയി എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു പണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? അങ്ങനെ ഡോക്ടേഴ്സ് നോക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഉള്ളത്. എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഡിപ്പാർട്ട്മെന്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സിന് അതിൻ്റെതായ ചുമതലകളുണ്ട്. സോ ഇപ്പോ എന്താ ഉണ്ടായേ? ഒരു സ്റ്റാഫിനെ വെച്ചു. സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആസ് എ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ? അപ്പൊ അവർ ചെയ്യേണ്ടത് എന്താണ്? ഈ പറയുന്ന ഫേമിൽ എല്ലാ കാര്യങ്ങളും ഓവറോൾ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് നോക്കണം. അപ്പൊ അങ്ങനെ ഒരു പൊസിഷൻ ഇപ്പൊ വന്നു. കാരണം ഇതൊക്കെ തന്നെയാണ്. ഒരാൾക്ക് ഡോക്ടറിന് അതിനായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയായി അല്ലെ? ഡിപ്പാർട്ട്മെന്റ്സും കൂടി പണ്ടത്തെ പോലെയാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ. ഇപ്പൊ എന്ന് പറയുമ്പോൾ റിസൾട്ട് അല്ല കേട്ടോ, കുറെ നാളായെങ്കിലും നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണോ? അന്നൊക്കെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടോ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അതിപ്പോ ഹോസ്പിറ്റലിലായിക്കോട്ടെ ഏതൊരു ഫോമിലായിക്കോട്ടെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടോ? കുറവാണ്. കുറവ് മീൻസ് ഐ തിങ്ക് കുറവാണെന്ന് പറയാം. പക്ഷെ ഇപ്പോഴാണ് ഇമ്പോർട്ടൻസ് കൂടിയത് അല്ലെ? അപ്പോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓവറോൾ നമ്മള് പറയുന്ന കാര്യം കോർഡിനേറ്റ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, മാനേജ് ചെയ്യാമെന്ന് പറയുന്നതാണ് കേട്ടോ. And administration is made up of many healthcare managers and executives who handle individual departments. Individual departments ഹാൻഡിൽ ചെയ്യുന്നത് പറയുന്ന many of healthcare managers ആകാം, executives ആകാം. ഓക്കെ, ആൻഡ് ഈ പറയുന്ന ഓരോ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സും ഈ പറയുന്ന അവരെ റെസ്പോൺസിബിലിറ്റി അവർ ഹാൻഡിൽ ചെയ്യുന്നത് അതിൽ ഇൻചാർജ് ആയ ആൾക്കാരായിരിക്കും അല്ലെ? They are in charge of all the administrative and management functions. ഭരണത്തെയും മാനേജ്മെന്റ് ഫംഗ്ഷനെയും എന്താണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് ആ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻചാർജ് ആയ ആൾക്കാരൊക്കെ വ്യക്തികളായിരിക്കും. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. അതായത് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? റെസ്പോൺസ് വളരെ കുറവാണല്ലോ. നെക്സ്റ്റ് വായിക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ചുമ്മാ ഒന്ന് ആലോചിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഫോമിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടി വരും? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നോക്കേണ്ടി വരും
അല്ലെ? എന്ത് കാര്യം ചോദിക്കാനുണ്ടെങ്കിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ വരുവുള്ളൂ. കാരണം നമ്മളാണ് എല്ലാ കാര്യവും ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെ? മാനേജ്മെന്റ് എന്തെങ്കിലും ചോദ്യം വരാണെങ്കിൽ, അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്തെങ്കിലും ഫേമിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മളോടൊക്കെ വരും. ആസ് എ അഡ്മിനിസ്ട്രേറ്ററിലേക്കാണ് വരാം. കാരണം എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്ന ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട്. ഓക്കെ. Then the duties of the administrator differ with the size and the complexity of the hospital. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ സൈസും ഈ പറയുന്ന കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഓർമ്മിക്കാനുള്ള ഡ്യൂട്ടീസ് എന്നുള്ളത്. ഓക്കെ, ശരിയല്ലേ? വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഡ്യൂട്ടീസ് മാറും, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഡ്യൂട്ടീസ് മാറും, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് മാറും. So ഇതെല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് the size and the complexity of the hospital. Okay. And administrators are contacts between hospital boards, other administrators and medical staffs. Administrators contact ചെയ്യുന്നത് ആരൊക്കെയാണ്? അതായത് hospital board and other administrators and medical staffമായിട്ടൊക്കെയാണ് ബന്ധമാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്. എന്താണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. Administrators are contact between hospital boards, other administrators and the medical staff. Okay, contact ചെയ്യുന്നത് means full time ഫോമിലേക്കാണ് അല്ലാട്ടോ, അവരുമായിട്ടുള്ള ബന്ധമാണ്. അവരുമായിട്ട് എപ്പോഴും ആ ഒരു റിലേഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കീപ്പ് ചെയ്യേണ്ടതാണ്. Okay, that's all. And they organize the hospital activities and prepare its overall policies. They organize hospital activities and prepare its overall policies. Administrators ചെയ്യുന്ന എന്താണ്? Overall activities handle and organize ചെയ്യാം. And some administrators are in charge of hiring doctors and other staffs, carrying out employee evaluations and directing staff meetings. ഇനി some administrators, ഒരാൾ മാത്രമായിരിക്കില്ല ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ജോലി ചെയ്യുന്നത്. ഒരുപാട് പേരുണ്ടാവും, മനസ്സിലായോ? ഒരാളെ കൊണ്ട് എല്ലാം നോക്കാൻ പറ്റുമോ? വലിയൊരു ഹോസ്പിറ്റലിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് ഇരിക്കാൻ പറ്റും നമുക്ക്? പിറ്റേ ദിവസം ആള് ജോലി രാജിവെച്ചു, കാരണം അത്രയും പ്രഷർ വരും. അതുകൊണ്ട് ഒരാളായിരിക്കില്ല, മനസ്സിലായോ? അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ ഇത്ര ഡിപ്പാർട്ട്മെന്റ്സ് ആക്കി കൊടുക്കുക. ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിലെ കാര്യങ്ങൾ നീ നോക്കണം. അതുപോലെ ഓരോ പറയുന്ന അഡ്മിനിസ്ട്രേറ്ററിന് ഇതുപോലെ കൊടുക്കും, മനസ്സിലായോ? അതായത് ഒരാൾക്ക് ഇപ്പോ ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസും ഓവറോൾ അവരുടെ പോളിസീസും ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടീസ് ആയിരിക്കും കൊടുക്കുക. ആൻഡ് അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്താ ചെയ്യുക? ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യാനും ആൻഡ് സ്റ്റാഫ്സിനെ ഹയർ ചെയ്യുക, അതുപോലെ തന്നെ എംപ്ലോയീസ് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാഫ്സ് മീറ്റിംഗ് ഡയറക്ട് ചെയ്യുക. ഈ പറയുന്ന ഡ്യൂട്ടീസ് ആയിരിക്കും ഈ പറയുന്ന സം അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കൊടുക്കുക. Clear? Yeah. അതാണ് ആ സെന്റൻസിൽ പറഞ്ഞത്. And they may also be accountable for the hospital's public relations and fundraising programs. Since administrators develop programs for teaching and research hospital, they have to keep up with the latest advances in medicine. Okay, അതായത് they may also be accountable for the hospitals, then public relations and fundraising programs. ഇവിടെ accountable എന്ന് പറയുന്ന മീനിങ് എന്താ വന്നിരിക്കുന്നത്? Accountable means responsible ആണ് കേട്ടോ. Okay, they may also responsible for the hospitals public relation and fundraising program. അതായത് fundraising പ്രോഗ്രാമിൽ പറയുന്ന പബ്ലിക് റിലേഷനും അവർ റെസ്പോൺസിബിൾ ആണ്. They may also responsible ആയിരിക്കാം. Okay, may also possible ആണ് പറയുന്നത്, may also അങ്ങനെ ആയിരിക്കാം. Then since administrators develop programs for teaching and research hospitals, they have to keep up with the latest advance in medicine. ഇപ്പോ ഹോസ്പിറ്റൽസിൽ തന്നെ നമ്മള് മിക്ക ഹോസ്പിറ്റൽസിലും ടീച്ചിങ് ഉണ്ട് അല്ലെ, പഠിപ്പിക്കാറുണ്ട്. നഴ്സിംഗ് ആണെങ്കിൽ ട്രെയിനിങ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, അങ്ങനെ റിസർച്ചേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന എല്ലാ പ്രോഗ്രാംസും ആരൊക്കെ ചെയ്യണ്ടേ?
അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ മേ ബി ഇതൊക്കെ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഐഡിയാസ് ആണെങ്കിൽ അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഒരുപാട് എന്താണ് ഡ്യൂട്ടീസ് നല്ലത് പറയാം, ഒരുപാട് റോൾസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പോകെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഈ പറയുന്ന സിൻസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡെവലപ്പ് പ്രോഗ്രാംസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ പറയാം ടീച്ചേഴ്സ് ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച് ഹോസ്പിറ്റൽ ഹാവ് ടു കീപ് അപ്പ് ദ ലേറ്റസ്റ്റ് അഡ്വാൻസസ് ഇൻ മെഡിസിൻ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. അതായത് ഈ ഇപ്പോ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരുന്ന ഞാൻ ജസ്റ്റ് പാരഗ്രാഫ് ഷോർട്ട് ചെയ്ത് പറഞ്ഞത്, അതിനുശേഷം ഞാൻ റോൾസിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ക്ലിയർ ആയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെ ശ്രദ്ധിച്ചിരിക്കൂ. The duties of the administrator differ with the size and the complexity of the hospital. Administrators are contact between the hospital boards, other administrators, and medical staff. They organize hospital activities and prepare its overall policies. Some administrators are in charge of hiring doctors and other staff, carrying out employee evaluation and directing staff meetings. They may also be accountable for the hospital's public relations and fundraising programs. Since the administrators develop programs for teaching and research hospitals, they have to keep up with the latest advances in medicine. അതായത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിന്റെ സൈസിനെയും കോംപ്ലക്സിറ്റി മീൻസ് കോംപ്ലിക്കേഷൻസ് സങ്കീർണത, അപ്പൊ കോംപ്ലിക്കേഷൻസിനെയും ബേസ് ചെയ്തിട്ടിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവരുമായിട്ട് അതായത് ഹോസ്പിറ്റൽ ബോർഡ് അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടാകും. ഓക്കെ, പിന്നീട് ആൻഡ് ദേ ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ്. ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യും. അതുപോലെ തന്നെ ഓവറോൾ പോളിസീസ് ഓവറോൾ പോളിസീസും ഓർഗനൈസ് ചെയ്യുന്നവരാണ്. ആൻഡ് കുറച്ച് വേറെ സം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂട്ടീസ് ആർ hiring doctors and staff and carrying out employees, evaluation and directing staff meetings. These are some administrative duties, and they may also responsible for the hospital public relations and fundraising programs. ആ ഒരു ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻസ് ആൻഡ് ഫണ്ട്റൈസിംഗ് പ്രോഗ്രാംസ് അവിടെ എന്താണ് കുറച്ച് റെസ്പോൺസിബിൾ ആയിരിക്കാം, മേ ഓൾസോ റെസ്പോൺസിബിൾ ആയിരിക്കാം. ഈ പാര ഇത്രയും മനസ്സിലാക്കി. ഓക്കെ, ഇതിന് ഞാൻ ഇതിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് കൺഫ്യൂഷൻ ആകിയുള്ളൂ. അപ്പോൾ തന്നെ ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറയുന്നതിന് ഇങ്ങനെ പറയുന്നു, സത്യം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ആ ഡ്യൂട്ടീസും അല്ലെങ്കിൽ റോളും എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് പോകെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് ക്ലിയർ. അപ്പൊ പാരഗ്രാഫ് അങ്ങനെ നിൽക്കട്ടെ. ഏകദേശം കുറച്ച് ഐഡിയ കിട്ടിയല്ലോ, എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ ആ ടെക്സ്റ്റുള്ളത് അങ്ങനെ തന്നെ ഇരുന്ന് പറഞ്ഞതാണ്. എല്ലാവരും നമ്മള് കറക്റ്റ് ചുമ്മാ പറയുകയാണെങ്കിൽ അത് മലയാളത്തില് ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഇപ്പൊ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഡ്യൂട്ടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഹോസ്പിറ്റലിന്റെ സൈസും, വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം. സോ അത് എല്ലാനും ഈ പറയുന്ന സൈസിന് ഒരു കോംപ്ലിക്കേഷൻസിനെയും ബേസ് ചെയ്തിരിക്കും ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ്. ഓക്കെ, നിങ്ങളൊരു ഫേമിലാണെന്ന് വിചാരിക്കും, അടുത്തൊരു ക്ലിനിക്കിലാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ചെയ്യുന്നെങ്കിൽ ആ ക്ലിനിക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കേണ്ടതുള്ളൂ അല്ലെ. ഇനിയിപ്പോ ഒരു ആസ്ട്ര പോലെ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലോ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ജോലിയാണെങ്കിലോ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. മനസ്സിലായോ? അപ്പൊ സയൻസ് എന്ന് പറഞ്ഞ് മനസ്സിലായോ? സയൻസ് ആൻഡ് കോംപ്ലിക്കേഷൻസ് അത് മനസ്സിലായോ? ഡിഫറെന്റ് ആയിരിക്കും ഡ്യൂട്ടീസ്. ആൻഡ് ഇപ്പോ ഞാൻ പറഞ്ഞു ഒരു ഫേമിൽ തന്നെ ഇപ്പൊ ക്ലിനിക്കിലാണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മതി, അത്രയും ഉള്ളു നോക്കാനുള്ള കാര്യങ്ങൾ അത്രയും ഉള്ളൂ. ഇപ്പൊ ആസ്ട്രയിലൊക്കെ പോവാണെങ്കിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാത്രം മതിയോ? അത്രയും ഹോൾ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മതിയോ? ആലോചിച്ച് നോക്കി, പറ്റില്ല അല്ലെ. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, ഒരുപാട് കൈൻഡ്സ് ഓഫ് ഡ്യൂട്ടീസ് ഒരുപാട് അല്ലേ. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോ ആ ഒരു ഡ്യൂട്ടീസ് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാകാം, സോ നമ്മൾ ഡിവൈഡ് ചെയ്യും.
ഓക്കെ, അപ്പൊ കുറച്ച് പേർക്ക് കുറച്ച് ഡ്യൂട്ടീസ് ആയിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റൽസിലെ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഓവറോൾ പോളിസീസ് ഒക്കെ മാനേജ് ചെയ്യാൻ ഓരോ അഡ്മിനിസ്ട്രേറ്ററും, അതുപോലെ ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും ആൻഡ് എംപ്ലോയീസിനെ വാലിഡേറ്റ് ചെയ്യാനും സ്റ്റാഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്റ്റാഫ്, ഒരു അഡ്മിനിസ്ട്രേറ്ററും. മനസ്സിലായോ? അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഓരോ അഡ്മിനിസ്ട്രേറ്ററിനും കിട്ടുക. മനസ്സിലായോ? ആൻഡ് ചില ആൾക്കാർ പറയുന്ന പോലെ ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താ ചെയ്യുക, പബ്ലിക് റിലേഷൻസും ഫണ്ട് റൈസിംഗ് പ്രോഗ്രാംസിനും കൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, അത്രയൊക്കെയാണ് പാരഗ്രാഫിലുള്ളത്. വേറൊന്ന് നിങ്ങൾ നോക്കിയേ വേണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാണ് കേട്ടോ. Large hospitals maintain several ഞാൻ പറഞ്ഞിപ്പോ മനസ്സിലായോ? Large hospitals maintain several administrators and assistant administrators managing different departments when one administration is in charge overall. അതായത് എന്താണെന്ന് പറയുന്നത്, ഒരു ഫേമില് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ടാവും, മെയിൻ ഒരാളുണ്ടാവും. ഇവർക്ക് ഇയാളുടെ കീഴെയായിരുന്നു ഒരുപാട് അസിസ്റ്റന്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. മനസ്സിലായോ? അല്ലാതെ ഒരു ഫേമും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും നടന്നു പോകില്ലാന്നേ. ഒറ്റ ഒരാളെ കൊണ്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടേം എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ മാം ആണ്. ഓക്കെ, സോ മാം ആണ് മെയിൻ അഡ്മിനിസ്ട്രേറ്റർ. മാം ആണ് ഓൾ ഇൻ ഓൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ സ്റ്റാഫിന്റെ ആണെങ്കിലും ഓരോ ഇഷ്യൂസ് ആണെങ്കിലും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത് എല്ലാം മാം ആണ്. സോ മാം ഒരാളെ കൊണ്ട് ഇത്രയും സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? നോ. അപ്പൊ എന്താ ചെയ്യാ? അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും ഓരോ ഹെഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെയും ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ നമ്മള് മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്യൂസ് എല്ലാം കേൾക്കാൻ ഒരു ഹെഡ് ഉണ്ടാവും. അപ്പൊ ഈ ഹെഡിന് നേരെ ഡയറക്റ്റ്ലി നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് കുറച്ച് ഈസി. അല്ലാതെ നമ്മൾ ഓരോ സ്റ്റാഫിന്റെയും ഇഷ്യൂസ് ആണെങ്കിലും എല്ലാനും ഈ ഡയറക്റ്റ്ലി അഡ്മിനിസ്ട്രേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ അതായത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുകയുള്ളൂ. അപ്പോ ലാർജ് ഹോസ്പിറ്റൽസില് സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാകും കുറച്ച്. അതുകൂടാതെ അവരുടെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാകും. ഓക്കെ, ആൻഡ് ഈ പറയുന്ന അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താ ചെയ്യുക? മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഈ അസിസ്റ്റന്റ് നോക്കുക. പക്ഷെ എല്ലാത്തിന്റെയും ഓവറോൾ മാനേജ് ചെയ്യുന്ന ആരാണ്? വൺ അഡ്മിനിസ്ട്രേറ്റർ. One administration is in charge overall. Okay, in smaller hospitals, one administrator may be in charge of a number of departments. ഒരുപാട് ഇപ്പൊ ഇനി ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരുപാട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ബേസ് ചെയ്തിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോ ആ എൻറ്റയർ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്യുകയാണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകുള്ളൂ. സ്മോൾ ഹോസ്പിറ്റൽ. ഓക്കെ, for example, the administrator may access the budget for these departments and give final approval to hire recommendation. Okay, ഇത്രയേ ഉള്ളൂ. വലിയ ഹോസ്പിറ്റലിലാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. So several numbers of administrators they have, and they have also the assistant administrators to manage different departments. Okay, എങ്ങനെ different departments വേറെ assistants administrative ചെയ്താൽ പോലും they have the one administrator in charge overall the whole hospital. അതായത് എല്ലാ ഹോസ്പിറ്റലിനെയും ആ ഒരു ഹോസ്പിറ്റലിനെ തന്നെ മാനേജ് ചെയ്യാൻ ഇൻചാർജ് ചെയ്യാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകും. അപ്പൊ ഇയാളുടെ താഴെയാണ് അസിസ്റ്റൻസ് വരും. ഇതെല്ലാം ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വലിയ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ അല്ലേ? ഇനി സ്മോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണെങ്കിലോ ആ എൻറ്റയർ ഹോസ്പിറ്റൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ മതി. അതാണ് ഈ സ്മോൾ ലാർജ് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ? In this case, for example, the administrator may access the budget of these departments and give final approval to hiring recommendation. ഇങ്ങനെ വരുന്ന കേസില് just an example. Okay, large hospitals like budgetum
പിന്നെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സിന്റെ അല്ലെങ്കിൽ ഫൈനൽ അല്ലെങ്കിൽ റെക്കമെൻഡേഷനെ കുറിച്ചും ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ചെയ്യേണ്ടതായി വന്നേക്കാം. അത് അത്ര പോസിബിൾ ആണ്. In large hospital, it's not possible. And I think it's a small hospital we can handle and we can access the budget. മനസ്സിലായോ? ക്രൂഷ്യൽ ആയിട്ട് ഒന്നും ചിന്തിക്കേണ്ട. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? What is the hospital administrator? എന്താണ് hospital administrator? What is hospital administration? Hospital administration is എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, മാനേജ് ചെയ്യാൻ പറ്റുന്ന, സോ ഓവറോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. ആൻഡ് ഈ വേർഡ് അഡ്മിനിസ്റ്റർ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ലാറ്റിൻ വെർബായ അഡ്മിനിസ്ട്രേറ്റ് എന്ന് പറയുന്ന വേർബിൽ നിന്നാണ്. Okay, and meaning തന്നെ എന്താണ്? To care and to manage and to look after people. Care ചെയ്യാ, manage ചെയ്യാ, look after means അവരെ ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് വരുന്ന പേഷ്യന്റിനല്ല, ഉപേക്ഷിക്കുന്ന എല്ലാവരെയും ഓവറോൾ. ഇതാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോ ഒരു ഫേമില് ഒരു ഹോസ്പിറ്റൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രം ഇതൊക്കെ ഉണ്ടാവാം. In a large firm, there were several administrators and their assistant administrators. Okay, and in a small firm, we have one administrator. That's enough. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? എക്സാമ്പിളിലൂടെ ഞാൻ പറയാൻ വേണ്ടി നിങ്ങളൊരു സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയെന്ന് വിചാരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റ് ഇവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി, സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളായിരിക്കും മെയിൻ അഡ്മിനിസ്ട്രേറ്റർ. നിങ്ങൾ മാത്രമായിരിക്കും. കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് നോക്കാനോ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പതുക്കെ ഈ പറയുന്ന ഫോം ഡെവലപ്ഡ് ആയി. ഓക്കെ, ഡെവലപ്പായി. നിങ്ങളെ കുറിച്ച് നോക്കാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് കോഴ്സ് വരുന്നു, ഒരുപാട് എൻക്വയറീസ് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യും? സ്റ്റാഫിനെ ഹയർ ചെയ്തു അല്ലെ? അങ്ങനെ ഒരുപാട് സ്റ്റാഫായി. അപ്പോഴും നിങ്ങൾ തന്നെയാണ് ഈ സ്റ്റാഫിനെ കോർഡിനേറ്റ് ചെയ്തത്. അത് ഒരു കുറച്ചുകൂടെ പീക്ക് ലെവലായപ്പോ ഈ സ്റ്റാഫിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഹെഡിനെ കൊടുക്കും. നീ ഈ കാര്യങ്ങളൊക്കെ നോക്കൂ കേട്ടോ, നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുക്കും അല്ലേ? എന്നിട്ട് എന്താ ചെയ്യാ? പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആരാണ്? അപ്പൊ മെയിൻ അഡ്മിനിസ്ട്രേറ്റർ ആരും നമ്മളാണ് അല്ലെ? മെയിൻ അഡ്മിനിസ്ട്രേറ്റർ നമ്മളാണ്. നമ്മളുടെ താഴെ അല്ലെങ്കിൽ നമുക്ക് കീഴെ കുറച്ച് അസിസ്റ്റൻസ് ഉണ്ട്, അവരെയും നമ്മൾ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഡയറക്റ്റ്ലി നമ്മൾ സ്റ്റാഫായിട്ട് കോണ്ടാക്ട് ചെയ്യുമോ അല്ലാതെ നമ്മൾ ഈ പറയുന്ന അസിസ്റ്റൻസിനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യും. ഇതാണ് നമുക്ക് കുറച്ച് ഈസി. അസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന വലിയൊരു ഫേം ആണെങ്കിൽ ഒരു വൺ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകും. എന്താ പറയാ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാകും. അത് വലിയ ഫേം ആണ്. ചെറുതാണെങ്കിൽ നിങ്ങൾ മാത്രം മതി. ശരിയല്ലേ? അത്രയേ ഉള്ളൂ. നമ്മുടെ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് പഠിക്കും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. നമ്മളിപ്പോ പഠിക്കുന്ന ഹോസ്പിറ്റലാണെന്ന് മാത്രം. നമ്മുടെ അടുത്ത് കുറച്ച് ക്ലിനിക്ക് ഉണ്ടാകുമല്ലോ അല്ലെ? ക്ലിനിക്കില്ലേ? നിങ്ങളറിയില്ല ക്ലിനിക്കിൽ പോകുന്നവരാണ് നിങ്ങള്. ഞാൻ മോസ്റ്റ്ലി ക്ലിനിക്ക് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ക്ലിനിക്കാണ് മോസ്റ്റ്ലി ആണെങ്കിൽ. ക്ലിനിക്കില് സിമ്പിൾ അല്ലേ? വളരെ സ്റ്റാഫ് കുറവാണ്, തിരക്കില്ല, ബഹളില്ല, ഒന്നുമില്ല. ഡോക്ടർ തന്നെ മതി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാൻ ആ ഡോക്ടർ മാത്രം മതി അല്ലെ? വലിയൊരു ഹോസ്പിറ്റലൊക്കെ പോവാണെങ്കിലോ പറ്റോ? എന്ത് കള്ളത്തരം വേണമെങ്കിൽ കാണിച്ചാലും ആരും അറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതും അസിസ്റ്റൻസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന നിങ്ങളോട് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞു തരേണ്ട അവസ്ഥയായി. അതാണ് സത്യം. എന്നിട്ട് മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കൊള്ളാട്ടോ. നിങ്ങൾ എന്തിനാ പഠിക്കുന്നേന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലേ? ഉണ്ടതില്ലല്ലോ. ഇനി എടുക്കുന്നില്ല, എനിക്ക് വയ്യ. ഇത്രയും പോർഷൻ എടുത്തിട്ട് ഞാൻ അവശത ഏൽപ്പിച്ചു. പറയൂ, ക്ലിയർ ആണോ? ജസ്റ്റ് ഈ പാരഗ്രാഫ് മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് പേജ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? സീരിയസ്ലി ചോദിക്കുകയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ടെക്സ്റ്റ് വായിക്കുമ്പോ കുറച്ച് ഡിഫിക്കൽറ്റി ആണ്, പക്ഷെ മനസ്സിലായപ്പോ ഞാൻ കുറച്ചുകൂടെ അത് എലാബറേറ്റ് ചെയ്ത് സിമ്പിൾ ആക്കി പറഞ്ഞപ്പോൾ ക്ലിയർ ആയോ? അല്ലാതെ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ നിങ്ങളാക്കി അയ്യോ എന്താണെന്നില്ല ആലോചിക്കുക. അങ്ങനൊന്നുമില്ല. ദിസ് ഇസ് സിമ്പിൾ. ഓക്കെ, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം. നന്നായിട്ട് വായിച്ചു നോക്കാം. ഞാൻ കുറച്ചുകൂടെ എടുക്കാൻ വേണ്ടിയാണ് വന്നത് ശരിക്കും കേട്ടോ. ഇതില് എലമെന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറയാണ് കേട്ടോ. ഇതൊരു ഷോർട്ട് ചെയ്ത് അക്രോണിം ആണ് കേട്ടോ. ഇത് POSTCORB അക്രോണിം. അതായത് ഇതിനെ ഷോർട്ട് ആക്കിയതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വിച്ച് വേർഡ്. ഓക്കെ, അപ്പൊ എലമെന്റ്സ് എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേഷന്റെ? പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, directing, coordinating, reporting, budgeting. These are the elements of administration. Okay? പറഞ്ഞു വെക്കോട്ടെ ഞാൻ. എടുക്കണോ? Yeah. Okay. The first one is planning. Planning is the process of thinking about the activities needed to gain a desired goal. That's the first and foremost activity to attain desired results. Planning ഉണ്ടായിരിക്കും. ഏതൊരു ഫോമിലാണെങ്കിൽ നമുക്ക് പ്ലാനിങ് കാണാം അല്ലെ? അത് ഒരു ഫോം സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ, പക്ഷെ പിന്നീട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഡെവലപ്മെന്റ് ഉണ്ടാക്കില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്താ ഇംപ്രൂവ് ചെയ്യുക, ഒരു പ്ലാൻ ചെയ്യുക, തിങ്ക് ചെയ്യുക. ഒരു തിങ്കിങ് പ്രോസസ് അല്ലെ? തിങ്കിങ് പ്രോസസ് ഇസ് പ്ലാനിങ് എന്ന് പറയും. പ്ലാനിങ് ഇസ് തിങ്കിങ് പ്രോസസ്. തിങ്കറാണ് അല്ലെ? നമ്മൾ ആലോചിക്കാതൊന്നും കിട്ടില്ല. എന്നാൽ പ്ലാനിങ് എന്ന് പറയുന്നത് തിങ്കിങ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആഗ്രഹിക്കുന്ന ഡിസൈർഡ് ഗോൾസ് മീൻസ് ആഗ്രഹിക്കുന്ന ലക്ഷ്യം. നമ്മൾ ആഗ്രഹിക്കുന്നത് എത്തണ്ടേ? അതിന് നമുക്ക് നല്ല വ്യക്തമായ പ്ലാനിങ് വേണം. പ്ലാനിങ് മാത്രം പോരാ, നമ്മൾ ആക്ടിവിറ്റി ചെയ്യണം. മീൻസ് അത് ഇറ്റ്സ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്. ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം നേടണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഫസ്റ്റത്തെയും ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസിംഗ്. ഓർഗനൈസ് ചെയ്യണ്ടേ കാര്യങ്ങളൊക്കെ അല്ലെ? സംഘടിപ്പിക്കണ്ടേ? And organizing consists of coordinating and allocating a firm's resource in order to execute its plans. And it consists of developing a structure for people, positions, departments, and activities within the firm. Organize ചെയ്യുക, സംഘടിപ്പിക്കണം അല്ലെ? Organizing എന്താ കൺസിസ്റ്റ് ചെയ്യുന്നത്? കോർഡിനേറ്റ് ചെയ്യുക, allocating firm's resource in order to execute its plans. അതായത് പറയുന്ന firm, അത് ഹോസ്പിറ്റലാകാം, എന്തുവാകാം അല്ലെ? കോർഡിനേഷൻ വേണം അല്ലെ? ഓരോ കാര്യങ്ങളും നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫേംസിന്റെ റിസോഴ്സുകളാണെങ്കിൽ ഓരോ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുക. സോ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യേണ്ടത് ഒരു കൈൻഡ് ഓഫ് ഓർഗനൈസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതെ, ഒരു പ്രോസസ്സാണ്. And it consists of developing a structure for people, position, departments, and activities within the firm. അതായത് നമ്മൾ വ്യക്തമായ ഓർഗനൈസിംഗിലൂടെ, കറക്റ്റ് ആയിട്ട് ഒരു ഓർഗനൈസിംഗിലൂടെ നമ്മുടെ സ്ട്രക്ചേഴ്സ് അല്ലെ, സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, പൊസിഷൻസ് ആയിക്കോട്ടെ, ഡിപ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഡെവലപ്പ് ആകുക ചെയ്യും വിത്തിൻ ദ ഫോം. ആ ഫോമിൽ ഇന്നുകൊണ്ട് തന്നെ കുറച്ച് മീൻസ് നന്നായി തന്നെ ഡെവലപ്പ് ആകും. അത് വ്യക്തമായ പ്ലാനിങ്ങും ഓർഗനൈസും തന്നെ വേണം. ഒരു ഫോം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ പറയുന്ന പ്ലാനിങ്ങും ഓർഗനൈസും ആവശ്യമാണ്. ആൻഡ് Staffing is the process of finding the right workers with the apt qualification or experience and recruiting them to fill a job position or role.
സ്റ്റാഫിംഗ് മീൻസ് സ്റ്റാഫിനെ ഹയർ ചെയ്യണമെങ്കിൽ സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ് ആ ഒരു നല്ലൊരു പറയാം നമുക്ക് ആക്ട് ആയ നമുക്ക് യോജിച്ച അല്ലെങ്കിൽ നമ്മുടെ ഫേമിന് യോജിച്ച ഒരു ക്വാളിഫിക്കേഷനുള്ള ഒരു റൈറ്റ് വർക്കർ ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും, ഫൈൻഡ് ചെയ്യണം റൈറ്റ് വർക്കർ റൈറ്റ് വർക്കർ വിത്ത് ആക്ട് ക്വാളിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതിനുള്ള ശരിയായ ഒരു ജോലിക്കാരനാണോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റാഫ് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്യാം, റിക്രൂട്ട് ചെയ്യാന്ന് പറയാം അല്ലെ. Our experience and recruiting them to fill a job position or role. നമ്മുടെ ആ ജോബ് പൊസിഷനിലേക്കോ ഈ റോളിലേക്കോ നമ്മൾ ഒരു എന്താണ് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണ്, ആ ആള് ഒരു റൈറ്റ് വർക്കർ ആണോ ആൻഡ് നമ്മുടെ ഫോമായിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യും. സോ അങ്ങനെ നോക്കി സ്റ്റാഫ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേമിന് അത് നല്ലതാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും വരെ നമ്മൾ നിൽക്കണ്ടേ കേട്ടോ. ഇവരെ ക്ലിയർ അല്ലേ? ഒരു ഫേം കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്ലാനിങ് വേണം, ഓർഗനൈസിങ് വേണം ആൻഡ് സ്റ്റാഫിംഗ് സെലക്ഷൻ. ഓക്കെ, ബാക്കി നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇതൊക്കെ എന്താണ് അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് ആണ്. ക്ലിയർ? ഇത്രയും വരെ ഒന്ന് വായിച്ചോട്ടെ. ബഡ്ജറ്റിംഗ് വരെ ഒന്ന് വായിച്ചിട്ട് വരും കേട്ടോ. ഐ തിങ്ക് എവിടെ വരെ എന്തോ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ബഡ്ജറ്റിംഗ് വരെ ഒന്ന് വായിച്ചിട്ട് വരും നെക്സ്റ്റ് ടൈം വരുമ്പോ. ആൻഡ് അതിന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ബഡ്ജറ്റിംഗ് വരെ വായിച്ചിട്ട് വരും കേട്ടോ എല്ലാവരും. That's all. നമുക്ക് വേണ്ടി പെടാലോ ടൈമായിട്ടോ. So time to wind up. Thank you ma'am. See you next class. Okay, bye to all. Thank you ma'am. Thank you ma'am.